ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക പീരയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പീരയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടായ കോവയ്ക്ക തന്നെയാണ്. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതൊന്ന് നീളത്തിൽ നുറുക്കിയെടുക്കാം. കോവയ്ക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ കോവയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാതും നീളത്തിൽ ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കാം. അധികം മൂത്ത് പോവാത്ത ഇളയ കോവയ്ക്ക നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പം ഞാനിവിടെ അരപ്പിനായിട്ടുള്ള ഒരു അരമുറി ചെറിയൊരു നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ വെക്കാൻ എടുക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാം. മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിലുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ചതച്ചതെല്ലാതും നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നോക്കിയിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് ഉപ്പാണ്, കല്ലുപ്പാണ്. അതിടുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പുളിക്ക് ആവശ്യത്തിന് ഒരു ചെറിയൊരു കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ 4ആക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടപ്പൊന്ന് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി നോക്കണം. സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി, എന്നാലും അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി നോക്കുക. വെള്ളമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി.
ഒഴിച്ചു കൊടുക്കരുത്, തളിച്ചൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഒന്നും കൂടെ 3-4 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്, കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല, നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്, ഇത് ഇളക്കുമ്പോഴേ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കോവയ്ക്കപ്പീര റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്കപ്പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്